ഹലോ നമസ്കാരം. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പോൾ ഇന്ന് ഈ പുഴയും കടന്ന് എന്നുള്ള കഥ ഒന്ന് കേൾക്കാം, സീരിയലിൻ്റെ കഥ. അപ്പോൾ ശിവരാമൻ്റെ കയ്യിൽ നിന്ന് കുറേ കഥകളൊക്കെ നമ്മളുടെ ഇവള് കാവേരി അറിയുന്നുണ്ട്. അങ്ങനെ കാവേരിയുടെ ഒരു വരവാണ് ജയപാലൻ്റെ വീട്ടിലേക്ക്. താഴ്വാരം എന്നാണ് അയാളുടെ വീടിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ ആ സമയത്ത് എന്താണ് ജയപാലനും മകളും കൂടി ഇരുന്ന് സംസാരിക്കുക. ജയപാലൻ ഫോൺ ചെയ്യാം, മകൾ തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പറയും, എടാ ഇന്ന് വരെ കാണാത്തത്ര ഗംഭീരമായിരിക്കണം പുഷ്പവാടിയിൽ എൻ്റെ മോളുടെ കല്യാണം. വെറും കല്യാണം, കാർണിവൽ. ആരും മറന്നു പോകരുത്, ആരും ഉറങ്ങരുത്. കാരണം കാർണിവലിന് എല്ലാ ആൾക്കാരും ഇങ്ങനെ കൂടില്ല. അതുപോലത്തെ കല്യാണം ആവണം എൻ്റെ മോളുടെ കല്യാണം എന്ന് പറയാൻ. അപ്പോൾ പറയും, പൈസയുടെ കാര്യം നീ ആലോചിക്കണ്ട. എൻ്റെ സമ്പാദ്യം മുഴുവൻ എടുത്ത് ഞാൻ ഇറക്കിയിട്ടാണെങ്കിൽ എൻ്റെ മകളെ കല്യാണം ഞാൻ നടത്തും. പൈസയുടെ കണക്കൊന്നും നീ ചോദിക്കണ്ട. എൻ്റെ പണമാണ്, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. ആ പണം എങ്ങനെ ചിലവാക്കണം നീ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് മകൾ. അപ്പോൾ മകളതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അവൾ പത്രം വായിക്കുകയാണ്. അപ്പോൾ അവളതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അച്ഛൻ്റെ വീരവാദം കേട്ടിട്ട്. ആ സമയത്താണ് നമ്മുടെ കാവേരിയുടെ ഒരു വരവ് കേട്ടോ. കാവേരി വന്നിട്ട് ഗേറ്റൊക്കെ തുറന്ന് നടക്കണം. അങ്ങോട്ട് വണ്ടി കൊടുത്ത് നിർത്തുന്നുണ്ട് സ്കൂട്ടർ. അത് കഴിഞ്ഞ് ഡോന്ന് വിളിച്ചിട്ട് ആ വാതിൽ ചവിട്ടി തുറന്നിട്ട് എന്താ എൻട്രി എന്നറിയോ? സ്കൂട്ടർ കൊടുത്ത് നിർത്തിയ സ്കൂട്ടറിൻ്റെ സ്റ്റാൻഡ് തട്ടുന്നതും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. അങ്ങനെ ഈ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇവള് നീക്കുക മകൾ. അതിൻ്റെ പിന്നാലെ ജയപാലനും നിൽക്കുക. അപ്പോൾ പറയും ഡാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ പറയും എന്താണ് നിനക്ക് വേണ്ടി വെച്ചിട്ട് അയാൾ ഇങ്ങോട്ട് വരുന്നത്. ജയപാലൻ പറയും കേട്ടോ ദുഷ്ടാ എന്ന് പറഞ്ഞിട്ട് അയാളുടെ കഴുത്തിൻ്റെ പിടിക്കണം. അപ്പോഴേക്കും മകൾ വന്ന് തടുക്കുമ്പോൾ അവളെ ഒരു കൈ കൊണ്ട് അടിച്ച് ഇങ്ങനെ തട്ടി വീഴ്ത്തുന്നുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ ഇവള് ഇത് കരുതിയിട്ടുണ്ട്, എന്താണെന്ന് പറയുമോ, സ്ക്രൂ ഡ്രൈവർ, വലിയ നീളത്തിലുള്ള വലിയ സ്ക്രൂ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് ആരെങ്കിലും അവിടെ വെക്കുകയാണ്. വന്നിട്ട് ഇവളെ തല്ലാൻ നോക്കുന്നത്. അങ്ങനെ ഇടിക്കാൻ നോക്കുമ്പോൾ അതേ കൈ കൊണ്ട് തന്നെ അയാൾ ഇടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയും, നീ ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞടാ. എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ മുഴുവൻ തട്ടിയെടുത്ത് എൻ്റെ അച്ഛനെയും കൊന്നിട്ടല്ലടാ നീ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ നിനക്കെന്താടി പ്രാന്തുണ്ടോ? 3 മാസം കൂടുമ്പോൾ ഇവിടെ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടും. ഇപ്പോൾ 3 മാസം മുന്നേ നീ വലിയ ഭീഷണി മുളക്കി വിടുന്നവർ പോയതല്ലോ, പിന്നെ ഇതാ വീണ്ടും വന്നിരിക്കുകയാണോ നോക്കിയപ്പോൾ പറയാം, അല്ലടോ എൻ്റെ പണം നിൻ്റെ മകളെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ മകളെ കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണോടോ നീ അത് മുഴുവൻ കൊണ്ട് തട്ടിയെടുത്തത്. അതിൻ്റെ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. മര്യാദയ്ക്ക് ഈ 3 ദിവസത്തിനുള്ളിൽ എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച ആ എന്താ പറയുക ഇതിൻ്റെ തോട്ടത്തിൻ്റെ പൈസ എൻ്റെ വീട്ടിൽ ഈ 3 ദിവസത്തിനുള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറയണം. അങ്ങനെ പറയുക, നീ എന്തൊക്കെ ചെയ്താലും ഞാനത് കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ പറയാണ്. അവർ നിന്നെ ഞാൻ വീട്ടിലോടെ വഞ്ചക, തൻ്റെ മകളിപ്പോൾ തൻ്റെ സൈഡ് നിൽക്കുന്നുണ്ടല്ലോ, താനൊരു ചതിയനായിട്ടും. എൻ്റെ അച്ഛൻ സ്നേഹസമ്പന്നനായിരുന്നു. ആ അച്ഛൻ്റെ മക്കളാടാ ഞങ്ങൾ അച്ഛൻ്റെ ചോരയ്ക്ക് ഞങ്ങൾ കണക്ക് ചോദിക്കും. എൻ്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചതല്ലടാ ദുഷ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട് കേട്ടോ നമ്മളുടെ കാവേരി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, 3 ദിവസം ഞാൻ തനിക്ക് തരാം. 3 ദിവസത്തിനുള്ളിൽ എൻ്റെ അച്ഛൻ വാങ്ങിച്ച ആ തോട്ടത്തിൻ്റെ പണം മുഴുവൻ ഞങ്ങളുടെ വീട്ടിലെത്തിയിരിക്കണം എന്നിട്ട് അങ്ങനെ അവൾ അവിടെ നിന്ന് പോവുകയാണ്. അതുകൊണ്ട് കാണുമ്പോഴേക്കും രാഗിണിക്കും ഇങ്ങോട്ട് ഇളകില്ല. അച്ഛൻ എന്തൊരു അച്ഛനാണ്, അച്ഛൻ ഈ വടി വിഴുങ്ങിയ പോലെ നിന്നത് എന്താണ്? അവൾ വന്ന് പറഞ്ഞു കേട്ടില്ല അച്ഛനെ എന്തൊക്കെയാണ് വിളിച്ചത്. ഞാനാണെങ്കിൽ അവളെ വെട്ടി കൊന്നിരുന്നു. ഞാൻ പോയിട്ട് വെട്ടുകത്തി എടുത്തിട്ട് വരട്ടെ അവളെ വെട്ടിക്കൊല്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകാൻ നിൽക്കുക. നീ എന്തേ കാണിക്കുന്നത്, നീ അവിടെ നിൽക്കുക എന്നറിയും. പിന്നെ അല്ലാണ്ട് അവളെ വെട്ടി അരിഞ്ഞ പട്ടിക്കിട്ട് കൊടുത്തിട്ട് അവരത് തിന്നുന്നത് ഞാൻ നോക്കി നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറയും, നീ അടങ്ങി നിൽക്കുക അറിയും. അച്ഛൻ എന്താ ഇങ്ങനെ, അച്ഛൻ എന്തൊക്കെയാണ് അവൾ പറഞ്ഞതെന്നറിയോ? 3 ദിവസത്തിനുള്ളിൽ എൻ്റെ നിവിൻ്റെയും കല്യാണമില്ല, അത് മുടക്കാനുള്ള പരിപാടിയാണ് അവളുടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അച്ഛൻ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ നിവിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ കല്യാണത്തിന് വല്ല തടസ്സം വന്നാൽ അച്ഛനെയും ഞാൻ കൊല്ലും. മകൾ പറഞ്ഞതാ, അച്ഛനെയും ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെയായിട്ട് പോവുകയാണ്. അപ്പോൾ മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ഭാര്യയും മകനും അവിടെ ഇല്ല, കാരണം അവർ കൊച്ചിക്ക് പോയിരിക്കുകയാണ്. കാരണം കൊച്ചിയിൽ ഈ ഭാര്യയുടെ വീട്ടുകാർ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ അമ്മയും മകനും കൂടി അങ്ങോട്ട് പോയിരിക്കുക. അപ്പോൾ ഇയാൾ അത് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളുടെ കാവേരിയുടെ എൻട്രി. അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല, ഇങ്ങനെയുള്ള അടിപൊളി ഡയലോഗൊക്കെ ആയിട്ട് കാവേരി എങ്ങനെയായിട്ട് പോവുകയാണ്. അപ്പോൾ ഇയാളിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇയാളെ കുത്താൻ വേണ്ടി കൊണ്ടുവന്ന സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ,
അത് അവൾ താഴെ ഇടുന്നുണ്ട്. കാരണം പറയും ഞാൻ തന്നെ കൊല്ലില്ലടോ, പക്ഷെ തന്നോട് ഞാൻ കണക്ക് ഇതിന് ചോദിക്കുന്നുണ്ട്. ആ സ്ക്രൂ ഡ്രൈവർ താഴെ ഇടുക. അപ്പോൾ അയാൾ അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാലം കൊണ്ട് തട്ടി ഇങ്ങനെ എടുത്തിട്ട് ഓ എന്താന്ന് കാവൽ നായി എന്നെ ഒറ്റിയത് ശിവരാമൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനും മരിക്കാനുള്ള സമയമായി എന്നുള്ളൊരു ഇതിലാണ് പറയുന്നത് കേട്ടോ. കാരണം അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. കാരണം അയാൾക്ക് അയക്കുന്ന 15,000 വരെ ഇയാൾ തട്ടിയെടുത്ത് ഇറക്കുകയാണ്, എന്നിട്ട് ഇയാൾക്ക് കൊടുക്കൂല പൈസ. അപ്പോൾ അങ്ങനെ ഇത് ആണ് അത് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ പിന്നെ ശാരദയും ഗംഗയും അച്ചമ്മയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇപ്പോൾ ഗംഗയുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങളൊക്കെ താലി ചെയിനെല്ലാത്തൊക്കെ ഊരി വെച്ചു. പിന്നെ അതുപോലെ എന്താ പറയുക, എല്ലാം പൊട്ടും പൊടിയൊക്കെ ആയിട്ട് കുറച്ച് സ്വർണ്ണ മേശയുടെ മുകളിൽ ഇങ്ങനെ ഒരു ചുമന്ന പേപ്പറിലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയും ഇത്ര ഒരു ഗൾഫുകാരൻ്റെ വീടാണ്, അദ്ദേഹം ഉറുമ്പ് അരിമണി കൂട്ടി വെക്കും പോലെ വെച്ചിട്ട് കണ്ടവന്മാർ കൊണ്ടുപോയി, വീട്ടിൽ നമുക്കോ ഒന്നും ഉണ്ടായില്ല എന്നൊക്കെ പറയും. അപ്പോൾ അച്ചമ്മയുടെ കയ്യിലെ വള ഊരുക. അപ്പോൾ പറയും അമ്മ എന്തായി കാണിക്കുന്നു വയ്ക്കുമ്പോൾ, എടി കെട്ടുപ്രായമായ പെൺകുട്ടികൾ വരെ അവർക്കുള്ള സ്വർണം ഊരിവിടെ വയ്ക്കുമ്പോൾ ഈ കുഴിക്ക് കാലി നെട്ടിരിക്കുന്നത് എനിക്ക് എന്തിനാ സ്വർണ്ണം എന്നിട്ടാണ് വരുന്നത്. അമ്മ അതൊന്നും വേണ്ട അമ്മ, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഇതും കൊണ്ടൊന്നും ആവില്ല അമ്മേ, വേറെ എന്തെങ്കിലും വഴി നോക്കണം എന്ന് പറയും. അപ്പോൾ ഗംഗ പറയും അമ്മേ കുറച്ച് പിന്നെ ഇതൊക്കെ നമ്മൾ ബാങ്കിൽ വെച്ചിട്ടില്ല എൻ്റെ സ്വർണം, ആ സ്വർണ്ണം എടുത്തിട്ട് നമുക്ക് വിറ്റാലോ എന്ന് ചോദിക്കുക. അപ്പോൾ വിൽക്കുക, അതിനെടുക്കാൻ അവിടെ കാശ് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. ഇപ്പോൾ സ്വർണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാൻ അവരുണ്ട്, പക്ഷേ അവർക്ക് തന്നെ നമ്മളത് കൊടുക്കണം, അതാണ് വേണ്ടത് എന്ന് പറയും. പിന്നെ അപ്പോൾ നമ്മളെ അത് എടുക്കാൻ സഹായിച്ചാൽ അവർ ആ പൈസ എടുത്തിട്ട് ബാക്കി നമുക്ക് തരിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും അത് അതിന് മാത്രമൊക്കെ ഇപ്പോൾ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. നോക്കാം, അന്വേഷിച്ച് നോക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നിലയുടെ കാതിലൊരു ചെറിയ പൊട്ട് കമ്മൽ എടുക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണത്. അവർ അതൊന്നും എടുക്കണം, അത് അവളെ കാതിൽ തന്നെ കടന്നോട്ടെ, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് നമ്മുടെ കാവേരി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ കാവേരി ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കസാര വലിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. നിനക്കെന്താ വട്ടായി വയ്ക്കുമ്പോൾ ഇല്ല ഉച്ചക്കിർക്ക് എന്ന് പറയും. അപ്പോൾ എന്താടി എന്ന് വയ്ക്കും. അപ്പോൾ പിന്നെ ഒന്നുമില്ല എന്നറിയാണ്. അപ്പോൾ എന്താണ് ഈ കമ്മലൊക്കെ ഇവിടെ ഊരി വെച്ചത് എന്ന് വയ്ക്കുമ്പോൾ പറയും ഇതൊക്കെ വിൽക്കാനും വല്ല ഇത് നോക്കുക, അതൊക്കെ എടുത്ത് വെക്കുക, അതൊന്നുമല്ല ഇവിടെ എത്തും പണം നമുക്ക് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ. അറിയാം എവിടുന്ന് നിൽക്കുമ്പോൾ ജയപാൽ കൊടുന്നു തരുന്ന പറയും. ഇപ്പം നീ ആളുടെ തണ്ടാൻ പോയതാണോ? എന്താ അമ്മേ തെണ്ടാൻ പോകുന്നത്? നമ്മുടെ പിന്നെ അച്ഛൻ വാങ്ങി വെച്ച തോട്ടാണ് അയാളെ കയ്യിലിരിക്കുന്നത്, അയാളടുത്ത് അതിൻ്റെ പണം ഇവിടെ കൊടുന്നു തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നീയെ പറയുമ്പോഴേക്കും അയാൾ ഇവിടെ എത്തിക്കുമോ എന്ന് പറയുമ്പോൾ എത്തിക്കണം, ഇല്ലെങ്കിൽ ബാക്കി ഞാൻ ചെയ്യും, നമ്മുടെ അച്ഛനെ ചതിച്ചതാണമ്മേ അയാൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, ചതിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവളവിടുന്ന് എഴുന്നേറ്റ് പോന്നു, വേണ്ടതൊക്കെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവളവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് അറിയാം ആ സ്വർണ്ണമൊക്കെ എല്ലാവരും കയ്യിലും അതിലൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്നിട്ട് അങ്ങനെ പോവാം. അത് കഴിഞ്ഞ് പിന്നെ വിനീതും നമ്മളെ ബേബിച്ചായനും അസിക്കാക്കിയും ഒരു 3 പേരും കൂടെ ചർച്ചയാണ് എവിടെ നിന്നാണ് ഇനിയിപ്പോൾ പൈസ ഉണ്ടാക്കേണ്ടത്. പൈസ ഉണ്ടാക്കാനൊരു വഴിയും മുന്നിൽ കാണുന്നില്ല. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ബേബി പറയും ഒരു സ്കൂൾ നടത്തുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്കൊക്കെ യൂണിഫോം അടിച്ച് കൊടുക്കുകയാണ് സാധാരണ പതിവ്. ഒരു 10 മാസം ഒരു 10-25,000 ഉറുപ്പ്യ അവിടുന്ന് കിട്ടും, അത് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് വാങ്ങാൻ, നമുക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കണം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവൻ പറയും വിനീത് അറിയാം എന്തായാലും പിന്നെ ബേബിച്ചായത് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലടാ നിനക്ക് തിരക്കല്ലേ എന്ന് പറയും. അപ്പോൾ സംഭവം ശരിയാണ്, ഞാനിതുവരെ അങ്ങനെ ഒരു പണക്കാരനാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല, ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് നടന്ന് പോകണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ പ്രതീക്ഷിക്കാൻ്റെ അല്ലേ ഇപ്പം നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്, 1-2 10 ലക്ഷം ഉറുപ്പ്യ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക. അപ്പോൾ ബേബി ഞാനെന്തായാലും അച്ഛനെ കണ്ടിട്ട് ആ ഇതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. എന്നിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് വിനീത് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വിനീത് അങ്ങോട്ട് വരുമ്പോൾ ബേബി ചായ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വിനീതിലേക്കുമ്പോൾ അല്ല നിവിൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വിനീത് അവിടെ ഇല്ലേക്കുമ്പോൾ ഉണ്ട്, അവനാകെ പ്രശ്നത്തിലാടാന്ന് പറയും. അപ്പോൾ എന്താ വയ്ക്കുമ്പോൾ അയാളോട് ഇയാൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വിനീത് നിളയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബേബിച്ചായൻ നിവിനോട് നിളയുടെ കാര്യങ്ങൾ പറയും. അങ്ങനെ അത് കേട്ടിട്ടാണ് നിവിൻ ചെല്ലുന്നത്. അപ്പോൾ ഇവനെ കാണുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്, വിനീതിന് ദേഷ്യം വരും. നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുക. എടാ നീ എന്താടാ ഇങ്ങനെ പൈസയ്ക്ക് ഇതാണെങ്കിൽ എന്നോട് പറയണ്ടേ, ഞാൻ സഹായിക്കില്ലേ, ഞാൻ കൊടുന്നേരാടാ, 10 ലക്ഷം അല്ലേ ഞാൻ കൊടുന്നേരാം, നീ എനിക്ക് ആ പൈസ തരണ്ട, നമ്മളെ നിളയുടെ കാര്യമല്ലേ, നമുക്കത് ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും നടത്താം, ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യടാന്ന് പറയുമ്പോൾ പിന്നെ
ഇവർ പറയാണ് നിൻ്റെ ഒരു രൂപ പോലും എനിക്ക് വേണ്ട, നിൻ്റെ സമ്പാദ്യം മുഴുവൻ ഇവിടെ കൊടുന്ന് കൊട്ടിയാലും ഞാൻ നിൻ്റെ മുന്നിൽ ഇറക്കാൻ വരില്ലടാ, മര്യാദയ്ക്ക് ഇവിടുന്ന് കടന്നു പറഞ്ഞിട്ട് പിന്നെ കുത്തിന് പിടിക്കുക. അപ്പോഴേക്കും നമ്മളുടെ ബേബി ഇയാളുണ്ടല്ലോ, എന്താണ് അസിക്ക, അയാൾ ഇടപെടുന്നുണ്ട്. അയാൾ പറയുക നീ എന്താ വിനീതയെ കാണിക്കരുമ്പോൾ അസിക്ക മാറി ഇതിൽ ഇടപെടണ്ടെന്ന് പറയും. അതിൽ പറ്റില്ല മാറി ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അയാൾ വിടിയിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കോളറിന് കയറി പിടിച്ചിരിക്കുകയാണ് വിനീത്. മേലാൽ ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് നിൻ്റെ നിളയല്ല ഞങ്ങളെന്നുള്ള നിനക്ക്, നീ ഞങ്ങളുടെ ആരുമല്ല, നീ ഇറങ്ങിപ്പോകുമെന്ന് പറയും. അപ്പോൾ വിനീത് ഞാൻ പറഞ്ഞു ഒന്ന് കേക്ക്, ഈ സമയത്ത് ഇങ്ങനെ ഇത് ചെയ്യാൻ നിൽക്കല്ലേ, ഞാൻ സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ നിനക്ക് അത് തിരിച്ച് തരണമെങ്കിൽ നീ പിന്നെ പതുക്കെ ആ പൈസ തിരിച്ച് തന്നാൽ മതി, അല്ലാണ്ട് ഞാൻ നിന്നോട് ഒരിക്കലും ചോദിക്കില്ല, നിങ്ങളുടെ വൈകിക്കേണ്ട, അത് എങ്ങനെയെങ്കിലും വേഗം ചെയ്യാമെന്നൊക്കെ പറയണ്ട. അപ്പോൾ പറഞ്ഞു ഇറങ്ങിപ്പോ എന്ന് പറയാണ്. അപ്പോൾ അസിക്ക പറയും നീ പോകുന്നു നിവിനെ, ഇപ്പോൾ നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നീ ഇറങ്ങിപ്പോകുന്ന പറയും. അപ്പോൾ അയാളങ്ങനെ സങ്കടത്തോടു കൂടി അവിടുന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. അപ്പോൾ വിനീത് അങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. കാരണം ഗംഗ പറയുന്നുണ്ടല്ലോ ഇവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് പോയി, അപ്പോൾ കാവേരീനെ ഇഷ്ടമാണ്, പക്ഷെ ഇയാൾക്ക് പറയാനൊരു അവസരം കൊടുക്കുന്നില്ല. അതാണ് രസം. ഈ നിവിൻ എന്താണ് സംഭവം എന്നുള്ളത് പറയാൻ ആരും ഒരു അവസരം കൊടുക്കുന്നില്ല. അങ്ങനെ അവിടുന്ന് പിന്നെ കാണിക്കുന്നത് മറ്റേ വീടാണ്. അരവിന്ദിൻ്റെ വീട്ടിൽ പെൺപിള്ളേർ 4 ആളും കൂടെ ഇരുന്ന് കഥ പറയും ചിരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ കഥ ഗംഗ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിളയ്ക്ക്. അതിൻ്റെ കഥ എന്താണ് കാവേരി പറയുന്നുണ്ട്. അപ്പോൾ ചെവിയിൽ ആനയുടെ ചെവിയിൽ ഉറുമ്പ് പോയ കഥ പറയുമ്പോൾ ഉറുമ്പിൻ്റെ ചെവിയിൽ ആന പോയ കഥ അങ്ങനത്തെ തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ ഗംഗനെ എല്ലാവരും കളിയാക്കുന്നുണ്ട്. അപ്പോൾ കാവേരി പറയും ചെവിയിൽ ഉറുമ്പ് പോയിട്ട്, ആനയുടെ ചെവിയിൽ ഉറുമ്പ് പോയിട്ട് ഉറുമ്പ് എന്തൊക്കെയോ കഥയായിട്ടാണ് ഇവർ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഉറുമ്പ് ടൂർ അടിച്ചിട്ട് തിരിച്ചു പോന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗംഗേച്ചിയുടെ കാവേരി ചേച്ചിയുടെ തലയിൽ അതുമില്ല, വെറുതെ ടേസ്റ്റ് ചെയ്ത് ഉറുമ്പിന് ഇഷ്ടപ്പെടില്ല തലച്ചോറ്, അപ്പോൾ തിരിച്ചു പോന്നിട്ടുണ്ടാവും എന്നൊക്കെ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മളെ ശാരദ ഇങ്ങനെ വന്ന് നോക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും കൊണ്ട് തലേന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. യമുനയും കാവേരിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. ഗംഗ നിളേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കവിളിൽ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ശാരദയ്ക്ക് സങ്കടം വരികയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ വിഷമത്തോടു കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ഈ പുഴയും കടന്നു എന്നുള്ള സീരിയലിൻ്റെ കഥ പോകുന്നത്. പക്ഷേ ഈ 10 ലക്ഷം ഉണ്ടാക്കാനുള്ള വെപ്രാളത്തിലാണ് ഇവർ, എവിടെ നിന്ന് വേണമെങ്കിൽ ശരിയായിട്ടുമില്ല. അപ്പോൾ നിങ്ങളാരും മിസ് ചെയ്യേണ്ട കാണുക. അതുപോലെ ഇപ്പോൾ ഇനി ജയപാലൻ മിക്കവാറും ശിവരാമനെ തട്ടും, ആ ലക്ഷണമാണ് കാണുന്നത്. എന്തായാലും ആരും മിസ് ചെയ്യേണ്ട കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.